15 events, 4 days, 1 win. Come aboard the world's ultimate film fiesta, Indiewood Film Carnival, and be a part of the exciting world of cinema. Events include All Lights India International Film Festival, Indiewood Film Market, International Film Business Awards, Golden Frame Awards. Indiewood Excellence Awards include Indiewood Maritime Excellence Award, Indiewood Medical Excellence Award, Indiewood Media Excellence Award, Indiewood CSR Excellence Award, Indiewood Talent Hunt. Investors meet, product and project launches, film business quiz, conference and panel discussions, workshops and seminars, media interactions, film tourism, Miss Indiewood 2016, red carpet and networking parties, and much more. Join us from 24 to 27 September at Ramoji Film City, Hyderabad, Indiewood Film Carnival. Celebrate the culture. വർഷം കൊണ്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ ഹോളിവുഡിന് ഇക്വലൻ്റായിട്ടോ അതിന് മുകളിലേക്കോ എത്തിക്കാൻ സാധിക്കും. കാര്യം ഇന്ന് വേൾഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ 40% ഇന്ത്യൻ ഇൻഡസ്ട്രിക്കാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. കാര്യം വേൾഡ് തിയേറ്റർ അഡ്മിഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിലിം മേക്കിംഗ് നമ്പർ ഓഫ് മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് അത്രയും മാർക്കറ്റ് ഷെയർ. പക്ഷേ അത് നമ്മുടെ ഡോമിനൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. മാത്രമല്ല ക്വാളിറ്റി വൈസ് നമ്മൾ ഒരുപാട് ഹോളിവുഡിൽ നിന്ന് പുറകെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ മൊത്തം റീവാമ്പ് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് 70,000 കോടിയോളം രൂപ ചിലവ് വരുന്ന ഏതാണ്ട് 2,000-ഓളം ഇന്ത്യൻ കോർപ്പറേറ്റ് ഫേംസ് ആൻഡ് ഇന്ത്യൻ മില്യനേഴ്സ് ജോയിൻ ഹാൻഡ്സ് ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ ഈ വർഷം അത് ഏതാണ്ട് 100ഓളം കൺട്രീസിൻ്റെ ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോജക്റ്റിൽ വെച്ചിട്ട് ഒരുപാട് പ്രോജക്ട്സ് അനൗൺസ് ചെയ്യപ്പെടുന്നു. അതിൽ ഈ പ്രോജക്റ്റ് ഇൻഡ്യൂഡിൻ്റെ പാർട്ടായിട്ട് ഇന്ത്യയിൽ നിന്ന് അനൗൺസ് ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും മെഗാ പ്രോജക്റ്റ്, the biggest project ever to be made in India, $25 million വരുന്ന ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ് ബേണിംഗ് ബെൽസ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. അത് ശ്രീ ഐ വി ശശിയും ഞാനും കൂടി ജോയിൻ്റായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. 3 ഭാഷകളിലായിട്ട് ഇത് ഇംഗ്ലീഷിലും അറബിക്കിലും ഹിന്ദിയിലുമായിട്ട് നിർമ്മിക്കുകയും ഒരു 30ഓളം ഭാഷകളിൽ ഡബ് ചെയ്യപ്പെടുകയും ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത ഒരു കുവൈറ്റ് വാറിനെ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ, അതിൻ്റെ 1990 തൊട്ട് ഇതുവരെയുള്ള ആ കുവൈറ്റിന് യുദ്ധത്തിന് മുമ്പുള്ള കുവൈറ്റിനെയും യുദ്ധത്തിന് ശേഷമുള്ള കുവൈറ്റിനെയും അതേപോലെ പകർത്തുന്ന കുവൈറ്റിനോട് നീതി പുലർത്തിക്കൊണ്ട് ആ യുദ്ധം കുവൈറ്റിനും കുവൈറ്റിലെ ജനങ്ങൾക്കും എസ്പെഷ്യലി കുവൈറ്റ് നാഷണാലിറ്റീസ് ഉണ്ടാക്കിയേക്കുന്ന മാറ്റങ്ങൾ, അതാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. വളരെ ഇമോഷണലായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിൽ ഇന്നുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ചിത്രം കാണിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ശ്രീ ഐ വി ശശി ഒരു 1.5 വർഷത്തിന് മുമ്പ് എന്നെ സമീപിക്കുകയുണ്ടായി. കാര്യം അദ്ദേഹം ഒരു 4-5 വർഷമായിട്ട് സിനിമ ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കുവൈറ്റ് പശ്ചാത്തലമായിട്ട്. കാര്യം അദ്ദേഹം കുവൈറ്റിൽ നിന്ന് മടങ്ങിയ കുറേ ആൾക്കാരെ കാണുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് ചെയ്ത് അദ്ദേഹത്തിനെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഹൗണ്ട് ചെയ്തൊരു സബ്ജക്റ്റായിരുന്നു കുവൈറ്റ്. അത് അദ്ദേഹത്തിന് ഒരു വലിയ സിനിമ ആയിട്ട് ചെയ്യണമെന്ന്, ആ സിനിമയോടുകൂടി അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. അതൊരിക്കലും ഒരു മലയാളത്തിൻ്റെ ക്യാൻവാസിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല. അറബ്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ അറബിക് ലാംഗ്വേജിൽ ഇത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അല്ല, അറബിക് ലാംഗ്വേജിൽ ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ചിത്രമായിട്ട് വരും. അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും തുടക്കം തൊട്ടേ ശ്രീ അയ്യൂബ് ഞങ്ങളോടൊപ്പം ഉണ്ട്. എന്നെയും ഐ വി ശശിയെയും ഓർത്തിറക്കുന്ന ഏറ്റവും വലിയ കണ്ണിയും അദ്ദേഹം തന്നെയാണ്. അത് ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ചിത്രീകരണം തുടങ്ങിയാൽ അതും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 2018 എൻഡോടുകൂടി നമുക്ക് ഇത് റിലീസ് ചെയ്യാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് ഉള്ളത്. ഐ ശശിയുടെ യാത്രയെന്ന പ്രോജക്റ്റ് എന്ന നിലയിൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആൾക്കാരായിരിക്കും വരുന്നത്. ആക്ടേഴ്സ് അറബ് വേൾഡിൽ നിന്നും, ഇപ്പോൾ ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു, അറബ് വേൾഡിൽ നിന്ന് അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സും ഏറ്റവും മികച്ച, കാര്യം അറബ്സിന് മൊത്തം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീഡിങ് ആക്ടേഴ്സ് ആയിരിക്കണം വരേണ്ടത്. കാര്യം ഒരു സിനിമ ആദ്യം തിയേറ്ററിലേക്ക് ഒരു സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാസറ്റ് ഇട്ട് കാണേണ്ട ഒരു സിനിമയല്ല ഇത്. 3Dയിൽ നിർമ്മിക്കുന്നതാണ്. മാത്രമല്ല
ഒരുപക്ഷെ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 8K ഒരുപക്ഷെ 8K ഷൂട്ട് ചെയ്യപ്പെടുന്ന മൂവി ആയിരിക്കും. 8K ചെയ്ത് 8K പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാവുന്ന രീതിയിൽ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കാര്യം വരുന്ന വർഷങ്ങളിലും സിനിമ 8K സ്വിച്ച് ഓവർ ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയാണ് പ്രോജക്റ്റ് ഇൻഡിപെൻഡൻ്റ് പാർട്ടായിട്ട് ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ 4K പ്രൊജക്ഷൻ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 4K പ്രൊജക്ഷൻ തിയേറ്റർ ചെയ്തു. അവിടെയാണ് ബാഹുബലിയുടെ ഏക 4K പ്രിന്റ് ഞങ്ങൾ കാണിച്ചത്. ശ്രീ ഐ വി ശശിയെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ വിഷ്വൽ സൈഡ്, അതിൻ്റെ ഷൂട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റോളാണെങ്കിലും എൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തമായ എൻ്റെ പ്രോജക്ട് ഡിസൈൻ, ഇതിനെ ഇൻ്റർനാഷണലി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം, ഇതിൻ്റെ ടെക്നോളജി എങ്ങനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ഒരു ഡ്യുവൽ ഡയറക്ടേഴ്സ് വരുമ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞങ്ങൾ ഡിവൈഡ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഭവമായിരിക്കും.